ഇസ്രായേലും ഹിസ്ബുള്ള പോരാളികളും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടും ലെബനനെതിരെ ഇസ്രായേൽ പൊടുന്നനെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. നവംബറിന് ശേഷമുള്ള ആദ്യ ആക്രമണമായ മാർച്ച് 28-ന് നടന്ന വ്യോമാക്രമണത്തെ തുടർന്ന് നിരവധി ആളുകൾ ജീവൻ നിലനിർത്താൻ വീടുകൾ വിട്ട് പലായനം ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലും പലസ്തീനും തമ്മിൽ വർഷങ്ങളായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകളാണ് സമീപകാലത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും. ഇസ്രയേലിന്റെ നടപടികൾക്ക് മറുപടിയായി ഹമാസും ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നുകയറി രാജ്യത്തെ പൗരന്മാരെയും വിദേശികളെയും കൊന്നൊടുക്കുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തതായി ഇസ്രയേൽ ആരോപിച്ചു. ഇതിന് മറുപടിയായിട്ടാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ച് ഗാസ മുനമ്പിൽ ആക്രമണം നടത്തിയത്. യുദ്ധത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിരപരാധികളായ പലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ കൊന്നൊടുക്കിയതായി ഹമാസും ആരോപിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ തുടർന്നു. തടവുകാരെ കൈമാറാനുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. 2023 ഒക്ടോബർ മുതൽ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ ഈ വിവരം ആശ്വാസകരമായിരുന്നു. എന്നാൽ പഴയ തടവുകാരെ കൈമാറിയിട്ടില്ലെന്ന് അവകാശപ്പെട്ട് ഇസ്രയേൽ വീണ്ടും ഹമാസിനെ ആക്രമിക്കുന്നത് തുടർന്നു. അതേസമയം ഗാസയ്ക്ക് പിന്നാലെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുതിയൊരു വ്യോമാക്രമണം കൂടി നടത്തി. ഇസ്രായേലിൽ നിന്ന് തൊടുത്ത റോക്കറ്റുകളും ഡ്രോണുകളും ബെയ്റൂട്ടിലെ നിരവധി അപ്പാർട്ട്മെന്റുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി. എവിടെ നോക്കിയാലും പുക നിറഞ്ഞ ഒരു മേഖല പോലെയാണ് ബെയ്റൂട്ട് കാണപ്പെടുന്നത്. 2 സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്താണ് ആക്രമണം നടന്നതെന്ന് പറയപ്പെടുന്നു. ആക്രമണത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. അതേസമയം ദാഹി പ്രദേശത്തെ ഡ്രോൺ വെയർഹൌസുകൾ ഹിസ്ബുള്ള ആക്രമിച്ച് നശിപ്പിച്ചതായും രാജ്യത്തെ സാധാരണക്കാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നതായും ഇസ്രയേൽ ആരോപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ആളുകളെ ഉടൻ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടന്നതെന്നത് ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും തങ്ങളുടെ ഏതെങ്കിലും പ്രദേശം ആക്രമിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ നിഷേധിക്കുകയും ലെബനനെ ആക്രമിക്കാൻ ഇസ്രയേൽ അനാവശ്യമായ ഒരു കാരണം തേടുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ലെബനനിലെ സർക്കാർ സ്കൂളുകളും കോളേജുകളും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വാഹനങ്ങളിലോ മറ്റു മാർഗങ്ങളിലൂടെയോ രക്ഷപ്പെടുന്നതിന്റെ വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കാനുള്ള സമയപരിധി ഫെബ്രുവരി 15 വരെ നീട്ടിയിരുന്നു. എന്നാൽ ലെബനനിലെ 5 സ്ഥലങ്ങളിലായി ഇസ്രയേൽ സൈന്യം ക്യാമ്പ് ചെയ്തിരിക്കെയാണ് ആക്രമണം നടത്തിയതെന്നത് ശ്രദ്ധേയമാണ്.